എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ഉടുപ്പി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്ക് പോയാലോ? ഭക്തന് വേണ്ടി പിന്നിലേക്ക് തിരിഞ്ഞ കണ്ണനുള്ളൊരു ക്ഷേത്രമാണ് ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രം. കർണാടകയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ശ്രീകോവിലിൽ പിന്തിരിഞ്ഞിരിക്കുന്ന ഒരേ ഒരു പ്രതിഷ്ഠ മാത്രമേയുള്ളൂ. കയ്യിൽ തൈര് കലക്കുന്ന മത്ത് അല്ലെങ്കിൽ കടകോൽ എന്ന് പറയും. കയ്യിൽ എടുത്തുകൊണ്ട് നിൽക്കുന്ന കുട്ടിയാണ് അവിടുത്തെ ഭഗവാന്റെ രൂപം. എന്തിനാണ് കണ്ണൻ ഇങ്ങനെ തിരിഞ്ഞു നിൽക്കുന്നതെന്ന് ഭക്തർക്ക് പലർക്കും അറിയില്ലായിരിക്കും. ഭക്തിയുടെ മഹത്വവും കണ്ണൻ്റെ ഭക്തവാത്സല്യവും മനസ്സിലാക്കി തരുന്ന ഒരു കഥ ഇതിൻ്റെ പിന്നിലുണ്ട്. അബ്രാഹ്മണനായ കനകദാസ് തികഞ്ഞൊരു കൃഷ്ണഭക്തനായിരുന്നു. അദ്ദേഹത്തിന് ക്ഷേത്രത്തിൽ പോയി കണ്ണനെ കാണണമെന്ന് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ എന്തു ചെയ്യാം, അയിത്തം കൽപ്പിച്ചവർ ക്ഷേത്രത്തിന് മുന്നിലെ വഴിയിൽ പോലും വരാൻ അനുവദിച്ചിരുന്നില്ല. കൃഷ്ണഭക്തനായ കനകദാസർ ദിവസവും ക്ഷേത്രത്തിൻ്റെ പുറകിലിരുന്ന് കണ്ണനെ മനസ്സിൽ കണ്ട് കീർത്തനങ്ങൾ പാടുക പതിവായിരുന്നു. അദ്ദേഹത്തിന് ഓരോ ദിവസം കഴിയുന്തോറും കണ്ണനെ കാണാനുള്ള കൊതി കൂടിക്കൂടി വരികയാണ് ഉണ്ടായത്. ഒരു ദിവസം അദ്ദേഹം ഹൃദയം പൊട്ടുന്ന സങ്കടത്തോടുകൂടി പാടി, കൃഷ്ണ നീ വേഗേനെ വാരോ, കൃഷ്ണ നീ വേഗേനെ വാരോ. ഈ കീർത്തനം കേട്ടപ്പോൾ സങ്കടം കൂടിയ ഭഗവാൻ തൻ്റെ കയ്യിലിരിക്കുന്ന മത്തുകൊണ്ട് ഇരുന്ന സ്ഥലത്തു നിന്ന് കണ്ണൻ പിന്തിരിഞ്ഞിരിഞ്ഞ് മത്തുകൊണ്ട് തൻ്റെ മുൻപിൽ കണ്ട ആ ഭിത്തി തകർത്ത് അവിടെ ഒരു ദ്വാരമുണ്ടാക്കി. ആ ദ്വാരം കൊണ്ട് ത്തിൽ കൂടി കനകദാസിന് ദർശനം നൽകി. ഈ ദ്വാരമിരിക്കുന്ന ആ ഭാഗത്തിന് പറയുന്ന പേരാണ് കനകനക്കിണ്ടി. ഇന്നും ആ ക്ഷേത്രത്തിൽ അവിടെ എഴുതി വച്ചിട്ടുണ്ട് കനകനക്കിണ്ടി. ആ ഭാഗത്തിൽ കൂടിയാണ് ഭക്തർ ഇന്നും ഭഗവാനെ ദർശിക്കുന്നത്. പിന്നീട് ആ വിഗ്രഹത്തെ പഴയതുപോലെ തിരികെ വയ്ക്കാൻ ആർക്കും ധൈര്യം വന്നില്ല. അതുകൊണ്ട് ശ്രീകോവിലിൽ പിന്തിരിഞ്ഞിരിക്കുന്ന ഉടുപ്പി കൃഷ്ണൻ ഭക്തവാത്സല്യത്തിൻ്റെ പ്രതീകമായി ഇന്നും നിലവിൽ കൊള്ളുകയാണ്. അവിടെ ആ ദ്വാരത്തിൻ്റെ അവിടെ ഇപ്പോൾ 9 ദ്വാരമുള്ള വലിയൊരു ജനൽ നവഗ്രഹ ജാലമാണുള്ളത്. അതിൽ കൂടിയാണ് ഭഗവാനെ എല്ലാവരും ദർശിക്കുന്നത്. ആ ഭാഗത്തിനാണ് പറയുന്നത് കനകനക്കിണ്ടി എന്നാണ് ഇന്നറിയപ്പെടുന്നത്.